ആദ്യമായി ഈ അൾത്താരെ നിൽക്കാനിടയാക്കിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് സുബി, ഇത് എൻ്റെ ഹസ്ബൻഡ് ലിൻസ്, ഞങ്ങളുടെ മകള് ഹന്ന. ഞങ്ങൾ വരുന്ന ഖത്തറിൽ നിന്നാണ്. ഞാൻ ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുത്തത് 2024 ഒക്ടോബറിലാണ്. ഞാൻ ഖത്തറിൽ ചെന്ന് 1 വർഷം ഞാൻ ജോലിയില്ലാതെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കണമെന്ന് തോന്നി. അമ്മ പറഞ്ഞ് അങ്ങനെ 2024 ഒക്ടോബറിൽ ഓൺലൈൻ ഉടമ്പടി എടുത്ത് അതിലാദ്യത്തെ നിയോഗം എനിക്കൊരു ജോലി വേണമെന്നായിരുന്നു. അങ്ങനെ ഡിസംബർ 7 അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ട ദിവസം 2024 എനിക്ക് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു കമ്പനിയിൽ നിന്ന് വിളിച്ചു, ജോലിക്ക് വരാൻ തയ്യാറാണെങ്കിൽ ഡിസംബർ 26 ജോയിൻ ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ ആ ജോലിക്ക് ജോയിൻ ചെയ്തു. ആ ജോലി എന്ന് പറയുന്നത് എനിക്ക് ഉച്ച വരെ പോയാൽ മതി. പിന്നെ ഞങ്ങൾ താമസിക്കുന്നതിന് അടുത്ത് തന്നെ ഒരു 5 മിനിറ്റ് മാത്രം എനിക്ക് നടന്ന് പോയാൽ മതി ആ ജോലിക്ക്. ഇൻ്റർവ്യൂ ഒന്നും ഇല്ലാതെയാണ് എനിക്ക് ആ ജോലി കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ 2024 നാട്ടിൽ വന്ന് ജൂൺ 6 തീർത്ഥാടന ഉടമ്പടി എടുത്തു. ആ ഉടമ്പടിയിൽ ആദ്യമായിട്ട് വെച്ച നിയോഗം എന്ന് പറയുന്നത്, ഞങ്ങളുടെ കുഞ്ഞ് ആ സമയത്ത് നാട്ടിലായിരുന്നു. ഞങ്ങൾ 2 പേരും 2 വിസയിലാണ് ഖത്തറിൽ പോയത്. ഹസ്ബൻഡ് നേരത്തെ ഖത്തറിലായിരുന്നു, ഞാൻ വേറെ വിസയിലാണ് പോയത്. അപ്പം കുഞ്ഞിനെ കൊണ്ടുവരാൻ ഫാമിലി വിസ കിട്ടണമെന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം ആ നിയോഗത്തിൽ വെച്ചത്. തിരിച്ച് ഞങ്ങൾ ഖത്തറിൽ ചെന്നു. അതുവരെ ഹസ്ബൻഡ് വേറൊരു ജോലിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അതിനു വേണ്ടി ശ്രമിച്ചിട്ടില്ലായിരുന്നു. തിരിച്ച് ചെന്നപ്പോൾ വേറൊരു കമ്പനിയിൽ നിന്ന് ഹസ്ബൻഡിന് ഇങ്ങോട്ടൊരു കോള് വന്നു, ആ ജോലിയിലോട്ട് കയറുന്നോന്ന് ചോദിച്ചുകൊണ്ട്. ബാക്കി ജോലിയുടെ കാര്യം ഹസ്ബൻഡ്. 2024 ജൂൺ 6 നാട്ടിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഖത്തറിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിൽ എനിക്ക് അവർ ഫാമിലി വിസ തരുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഉടമ്പടിയിൽ ആദ്യം വെച്ചത് എനിക്ക് ഫാമിലി വിസ കിട്ടുക എന്നുള്ളതായിരുന്നു. തിരിച്ച് ഖത്തറിൽ ചെന്നിട്ട് ഞങ്ങൾ കമ്പനിയോട് ഒന്നുകൂടെ ഒന്ന് ആവശ്യപ്പെട്ടു, ഫാമിലി വിസ തരുമെന്ന്. അപ്പോൾ അവർ തരത്തില്ലെന്ന് വിളിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈ മാതാവിൻ്റെ പ്രാർത്ഥന, ഞങ്ങൾ ഡെയിലി ബ്രെഡിൽ എപ്പോഴും ഞങ്ങൾ ഈ കാര്യം ഈ നിയോഗം ഞങ്ങൾ സമർപ്പിക്കുമായിരുന്നു. ഒരു ദിവസം നേരത്തെ വിളിച്ച കമ്പനിയായിരുന്നു. അവർ രണ്ടാമത് ഞങ്ങളെ വിളിച്ച്, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഞങ്ങളുടെ കമ്പനിയിലോട്ട് വരാൻ, ഞങ്ങൾ ഫാമിലി വിസയൊക്കെ തരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം വൈഫും പറഞ്ഞു, മാതാവ് നമുക്ക് തന്നതാണ്, മാതാവായിട്ട് നമ്മളെല്ലാം നേരത്തെ നമ്മൾ വേണ്ടെന്ന് വെച്ച് ഒഴിവാക്കിയ കമ്പനിയാണ്, പിന്നെ അവർ വിളിക്കുന്നെങ്കിൽ ഇത് മാതാവായിട്ട് നമുക്ക് തരുന്നതാണ്. അപ്പോൾ ഞാനത് അവരോട് പറഞ്ഞു, എനിക്ക് ഓക്കെയാണ്, എൻ്റെ മെയിനായിട്ട് എൻ്റെ കുഞ്ഞിനെ എനിക്ക് കൊണ്ടുവരണം, എനിക്ക് ഫാമിലി വിസ തരണം എന്നാണ് പറഞ്ഞത്. അത് അവർ അംഗീകരിക്കുകയും ഇതുപോലെ ഞാൻ അവരോട് പറഞ്ഞു പ്രോസസ്സിങ്ങിനെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു ആ സമയത്ത്. അപ്പോൾ ഞാൻ എൻ്റെ ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിൽ ജോലിക്ക് ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇല്ല നിങ്ങൾക്ക് ഫാമിലി വിസ തരത്തില്ല, ഇനി കൂടുതൽ ശമ്പളമൊന്നും തരത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വേറെ കമ്പനിയിൽ ഓഫർ വന്നിട്ടുണ്ട്, ഞാൻ പൊക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല നിങ്ങളെ ഞങ്ങൾ വിടത്തില്ല, നിങ്ങളെ ഇവിടുന്ന് ഞങ്ങൾ ജോലിയിൽ നിന്ന് പിരിച്ചു വിടുകയും നാട്ടിൽ തന്നെ ടെർമിനേറ്റ് ചെയ്ത് വിടുകയും ചെയ്യുമെന്ന് പറഞ്ഞു. എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറയട്ടെ, ആ സമയം തന്നെ എൻ്റെ കമ്പനി പ്രോസസ്സിങ് തുടങ്ങിയിട്ടുണ്ട്. പുതിയ കമ്പനി പ്രോസസ്സിങ് തുടങ്ങിയുകൊണ്ട് ഇവർക്ക് ക്യാൻസൽ ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് മറ്റ് ജോലിയിലേക്ക്, അതുപോലെ തന്നെ ഈ കമ്പനി പറഞ്ഞു, നിങ്ങൾക്കൊരു സെറ്റിൽമെൻറ്റ് തരില്ല, നിങ്ങളെ ടെർമിനേറ്റ് ചെയ്ത് വിടുമെന്ന് പറഞ്ഞു. മാതാവിൻ്റെ കൃപയെന്ന് പറയട്ടെ, എനിക്ക് ആ സമയം തന്നെ പുതിയ കമ്പനി പ്രോസസ്സിങ്ങിന് ഇടുകയും ആ പ്രോസസ്സിങ്ങിൽ തന്നെ നോട്ടീസ് പീരീഡിൽ തന്നെ എനിക്ക് പഴയ കമ്പനി എനിക്ക് തരേണ്ട സെറ്റിൽമെൻറ്റും എനിക്ക് തരേണ്ട NOC എല്ലാം തന്ന് എനിക്ക് പുതിയ കമ്പനിയിൽ ജോലി പ്രവേശിക്കാൻ പറ്റി. പിന്നെ ഞങ്ങളുടെ കുഞ്ഞിനെ ഉള്ള വിസ അപേക്ഷിച്ച് വിസയും ഉടനെ തന്നെ ലഭിക്കുകയും ചെയ്തു. പിന്നെ എൻ്റെ ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത്, പണ്ടൊന്നും പ്രാർത്ഥിക്കാനൊന്നും ഭയങ്കര മടിയാണ്, വേദോത്സവം വായിക്കാനൊക്കെ മടിയായിരുന്നു. ക്രിസ്ത്യാനിയാണെങ്കിലും വേദോത്സവം ഒന്നും വലുതായിട്ടൊന്നും വായിക്കത്തൊന്നുമില്ല. പള്ളിയിലുമൊക്കെ പോകുന്നത് കുർബാനയൊക്കെ കഴിഞ്ഞായിരുന്നു. പക്ഷേ എനിക്ക് വേദോത്സവം ഇപ്പം വായിക്കാനും രാവിലെയും വൈകിട്ടും എല്ലാം വേദോത്സവം വായിക്കാനും നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനും എല്ലാവരോടും നല്ല രീതിയിൽ, ദേഷ്യമൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു, പിന്നെ എല്ലാവരോടും നല്ല രീതിയിൽ ദേഷ്യം ഇല്ലാതെ നല്ല രീതിയിൽ സംസാരിക്കാനും നല്ല രീതിയിൽ ഇടപെടാനും പറ്റി. പിന്നെ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കുർബാന കഴിയുന്ന സമയത്താണ് ഞാൻ അങ്ങോട്ട് ചെല്ലത്തുള്ളൂ. ഞാൻ പറയും നേരത്തെ അങ്ങോട്ട് ചെന്നിട്ട് എന്തെടുക്കാനാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയും, വൈഫിനോട് പറയായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെയല്ല, പള്ളിയിൽ കുർബാന തുടങ്ങുമ്പോൾ തന്നെ ചെല്ലണമെന്നും എല്ലാ പ്രാവശ്യവും കുർബാനയ്ക്ക് പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഒത്തിരി എൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഒത്തിരി അനുഭവങ്ങൾ മാതാവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞങ്ങൾ എപ്പോഴെങ്കിലും ദുഃഖിച്ചിരിക്കുമ്പോൾ മാതാവിനോട് വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഒന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചാൽ മാതാവ് അടുത്ത ദിവസം ഞങ്ങൾക്ക് അതിന് ഉത്തരം തന്നിരിക്കും. അത് ഒത്തിരി അനുഭവമാണ്. പിന്നെ ഞങ്ങൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിലും വണ്ടിയിലിരുന്ന് ഞങ്ങൾ
പ്രാർത്ഥിക്കും. എവിടെ നിന്നാലും ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞങ്ങൾ ചൊല്ലിയിട്ടേ പോകത്തുള്ളൂ. വണ്ടിയിൽ നിന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾക്കൊരു കാര്യം സാധിക്കണമെങ്കിൽ ഞങ്ങളവിടെ ഉപ്പിട്ടിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞങ്ങൾ കയറി കഴിഞ്ഞാൽ എത്ര വലിയ തടസ്സം ഉണ്ടെങ്കിലും അതെല്ലാം മാറി ഞങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റും. ഒട്ടനവധി അനുഭവങ്ങൾ, അത്രയും അധികം അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിന് 1000 നന്ദി. പിന്നെ കുഞ്ഞ് വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് മാതാവ് ഒരു വാഹനം തന്നു ഖത്തറിൽ. അത് മാതാവ് തന്നതെന്ന് അത് അറിയിക്കാൻ വേണ്ടി ഗ്രേ കളറിൽ തന്നെ അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അത് മേടിക്കാൻ ടൈമായപ്പോൾ എല്ലാം മാതാവ് ഞങ്ങൾക്ക് തന്നു. പിന്നെ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഏപ്രിൽ 30 ഫാമിലി വിസ കിട്ടണം. അത് ഡെയിലി ബ്രെഡിൽ കുഞ്ഞിൻ്റെ പാസ്പോർട്ടാണെന്ന് എഴുതി എൻ്റെ ഹസ്ബൻഡിൻ്റെയും പാസ്പോർട്ട് വെച്ച് പ്രാർത്ഥിക്കും. ഏപ്രിൽ 30 ഫാമിലി വിസ കിട്ടി. കുഞ്ഞിൻ്റെ വിസ അതുപോലെ ജൂലൈ 1 എൻ്റെ ബർത്ത്ഡേ, അപ്പോൾ ആ ഗിഫ്റ്റായിട്ട് തരണമെന്ന് അതും പ്രാർത്ഥിച്ചു. ജൂലൈ 1 കുഞ്ഞിൻ്റെ വിസ അപ്രൂവായി. ഇപ്പം ഞാൻ പിന്നെ ജൂലൈ 27 നാട്ടിൽ വന്ന് കുഞ്ഞിനെ കൊണ്ടുപോയി. ഇപ്പം ഞങ്ങൾ ജപമാല റാലിക്കും സാക്ഷ്യം പറയാനും വേണ്ടി വന്നതാണ്. ചൊവ്വാഴ്ച തിരിച്ചു പോകും. പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തത് ഇവിടുന്ന് പത്രം മേടിച്ച് RCCയുടെ അവിടെ റോഡിലൊക്കെ നിന്ന് ഞങ്ങൾ പത്രം കൊടുക്കും. പിന്നെ ഞങ്ങൾ അടുത്തുള്ളവർക്ക് വീടുകളിലൊക്കെ കൊടുക്കും. പിന്നെ ഖത്തറിൽ ഇവിടുന്ന് പത്രം മേടിച്ച് ഇംഗ്ലീഷും മലയാളവും മേടിച്ച് അവിടെ ഇംഗ്ലീഷുകാർക്ക് മദർ മേരി ടെസ്റ്റ് മണിയാ വായിക്കണമെന്ന് പറഞ്ഞു കൊടുക്കും. പിന്നെ മലയാളം പത്രം അവിടെ പള്ളിയിൽ വരുന്ന എല്ലാവർക്കും കൊടുക്കും. പിന്നെ ഞങ്ങളുടെ സാലറിയിൽ നിന്ന് കിട്ടുന്ന ഒരു വിഹിതത്തിൽ നിന്ന് ഒരു തുക ഞങ്ങൾ നാട്ടിൽ വന്നപ്പോൾ ഒരു ഓർഫണേജിൽ കൊടുത്തായിരുന്നു. അതുപോലെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഞങ്ങളുടെ കഴിവനുസരിച്ച് ഞങ്ങൾ പൈസ കൊടുക്കും. ഇത്രയേറെ തന്ന അമ്മയ്ക്ക് ഈശോയ്ക്ക് 1000 നന്ദി. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-23 തിരുവചനങ്ങൾ. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. സുബിയും ലിൻസും അവരുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇപ്പോൾ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ ഏറ്റുപറഞ്ഞത്. പരിശുദ്ധ അമ്മ ഇവരുടെ ജീവിതത്തിൽ ഇടപെട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്ത ഉടനെ തന്നെ അവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് പരിഹാരം നൽകുകയായിരുന്നു. ഓൺലൈൻ ഉടമ്പടി എടുത്ത ഉടനെ തന്നെയാണ് സുബിക്ക് ജോലി കിട്ടാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വന്നത്. അതിനുശേഷം അവരോട് ഒന്ന് ഉടമ്പടി എടുക്കുകയും തീർത്ഥാടക ഉടമ്പടി എടുത്തു. ഇവർ രണ്ടുപേരും സുബിയും ലിംസും വളരെ ആത്മാർത്ഥമായി വളരെ വിശ്വസ്തയോടുകൂടി ഈശോയോടും പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുകയും അതിനുവേണ്ട ഇവിടുത്തെ നിബന്ധനകളെല്ലാം കൃത്യമായി പാലിക്കുകയും ചെയ്തു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഖത്തറിൽ തന്നെ അവർക്ക് രണ്ടുപേർക്കും ഫാമിലി വിസ ലഭിക്കുകയും ഇത് നമുക്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതൊരു എയർലിഫ്റ്റ് സാക്ഷ്യമാണെന്ന് നമുക്ക് മനസ്സിലാകും. പരിശുദ്ധ അമ്മ കൈകളിലെടുത്തുകൊണ്ട് ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോയി അവരുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളെയും വളരെ പെട്ടെന്ന് സമയച്ചുരുക്കത്തിൽ സാധ്യമാക്കിയ ഒരു നല്ല സാക്ഷ്യമാണിത്. കുഞ്ഞിനെ ഒട്ടും തന്നെ സങ്കടപ്പെടുത്താതെ ഈശോ പറയുന്നുണ്ടല്ലോ, ഇവരെ പോലെയുള്ളവർക്കാണ് സ്വർഗരാജ്യം. നമ്മളെല്ലാവരും കുഞ്ഞുങ്ങളെ പോലെ നിഷ്കളങ്കരായിരിക്കുവാൻ ഈശോ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും കുഞ്ഞുങ്ങളെ ഈശോ നമുക്ക് കാണിച്ചു തരുന്നത്. കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടുകൂടി നാം എപ്പോഴെല്ലാം പ്രാർത്ഥിക്കുന്നുവോ നമുക്ക് എപ്പോഴും വചനം വായിക്കുവാൻ ലിൻസ് പറയുന്നത് പോലെ എനിക്ക് പണ്ടൊക്കെ കുർബാന പകുതിയായിട്ട് ഞാൻ കുർബാനയ്ക്ക് വലിയ ദിവ്യബലിക്ക് പോകാറുള്ളൂ. പക്ഷെ ഇന്ന് എനിക്ക് വചനം വായിക്കാനുള്ള വലിയൊരു ദാഹം, വിശുദ്ധ കുർബാന കൃത്യമായി ദിവ്യബലിയിൽ പങ്കെടുക്കാനും ഈശോയ്ക്ക് വേണ്ടിയുള്ള വലിയൊരു ആഗ്രഹം, ഇനി എല്ലാ കാര്യത്തിലും പരിശുദ്ധ അമ്മ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു എന്നുള്ളൊരു വലിയ സമാധാനം, ഇതൊക്കെ നമുക്ക് ഉടമ്പടി എടുക്കുമ്പോൾ നമ്മുടെ ജീവിതക്രമത്തോടുകൂടി അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ കൂട്ടിച്ചേർക്കപ്പെടുന്ന ഒരുപാട് അനുഗ്രഹങ്ങളാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് വിശ്വസ്തയോടുകൂടി മുന്നേറാം. ഇവർക്കുള്ള ഒരു വലിയ സൗഭാഗ്യമായിരുന്നു 5-6 ലക്ഷം ആളുകൾ പങ്കെടുത്ത ജപമാല റാലിയിൽ പങ്കെടുക്കുവാനും ഈ സാക്ഷ്യം പറയാനും വേണ്ടി മാത്രമാണ് അവർ ഖത്തറിൽ നിന്ന് ഇന്ന് നാട്ടിലേക്ക് വന്നത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് സുബിക്കും ലിൻസിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കും. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.